നമസ്കാരം. ഒരു കാലത്ത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു മേനകയുടെയും സുരേഷ് കുമാറിന്റെയും പ്രണയം. മേനക അക്കാലത്ത് ഹിറ്റ് നായകൻ ശങ്കറുമായി പ്രണയത്തിലാണെന്നാണ് ആരാധകർ കരുതിയത്. ഇവർ ഹിറ്റ് ജോഡിയായിരുന്നു. എന്നാൽ മേനക പ്രണയിച്ചത് സുരേഷ് കുമാറിനെയാണ്. 1987 ഇവരുടെ വിവാഹം. നായികയായി സജീവമായിരിക്കെയാണ് മേനക വിവാഹിതയാകുന്നത്. മലയാളത്തിൽ മാത്രം മേനക 110 കൂടുതൽ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മേനക പിന്നീട് ചലച്ചിത്ര മേഖലയിൽ മിന്നുന്ന താരമാവുകയായിരുന്നു. നിർമ്മാണം അഭിനയവുമൊക്കെയായി സിനിമയിൽ സജീവമാണ് സുരേഷ് കുമാർ. വിവാഹത്തോടെ മേനക അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുകയായിരുന്നു. മക്കളായ കീർത്തിയും രേവതിയും സിനിമയിൽ സജീവമാണ്. അമ്മയെ പോലെ അഭിനയ വഴിയെ സഞ്ചരിക്കുകയായിരുന്നു കീർത്തി. സംവിധാനവും എഴുത്തുമാണ് തനിക്ക് താല്പര്യമെന്നാണ് രേവതി വ്യക്തമാക്കിയത്. അടുത്തിടെയായിരുന്നു ഇവരുടെ കുടുംബത്തിലേക്ക് ആന്റണി എത്തിയത്. പ്രണയവിവാഹത്തിലൂടെയായിരുന്നു കീർത്തിയും ആന്റണിയും ഒന്നിച്ചത്. തന്റെ സിനിമകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും വാചാലനായുള്ള സുരേഷ് കുമാറിന്റെ അഭിമുഖം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മായ വിശ്വനാഥായിരുന്നു വിശേഷങ്ങൾ ചോദിച്ചത്. ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നതിൽ ഈഗോ ഇല്ലേ എന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. മേനകയെ ഞാൻ പപ്പി എന്നാണ് വിളിക്കുന്നത്. പപ്പി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പപ്പി അറിയപ്പെടുന്ന സ്റ്റാറാണ്. ഞങ്ങൾ ഒന്നിച്ച് എവിടെ പോവുകയാണെങ്കിലും ആളുകൾ വരുന്നത് പപ്പിയുടെ അടുത്തേക്കാണ്. പപ്പിയുടെ കൂടെ നിന്നാണ് ഫോട്ടോ എടുക്കാറുള്ളത്. ക്യാമറയൊക്കെ പേടിച്ച് ഞാനും ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട്. അതിലൊന്നും ഈഗോ വെച്ച് നടക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാളും പേരുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ നാച്ചുറലി കൂടുതൽ ആൾക്കാർ അവരെയായിരിക്കും സമീപിക്കുന്നത്. അതിലെന്താണ് ഈഗോ? ജീവിതത്തിൽ ഈഗോ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഈഗോയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഞാനത് പണ്ടേ പഠിച്ചതാണ്. ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. സുരേഷ് ഗോപിയും ഞാനും ഒന്നിച്ചുള്ള പരിപാടിയാണെങ്കിൽ സുരേഷ് എന്ന് വിളിച്ചാൽ ഏത് സുരേഷ് എന്ന ചോദ്യം വരും. ഉടനെ വരും മേനക സുരേഷ് എന്ന മറുപടി. അടുപ്പമുള്ളവർ വരെ മേനക സുരേഷ് എന്ന് വിളിക്കാറുണ്ട്. മേനക സുരേഷ് സാറാണോ എന്ന് ചോദിച്ച് കോളും വരാറുണ്ട്. അതിലെന്ത് പറയാൻ? തൂലിക നാമമുള്ളതുപോലെ അതങ്ങ് പോവട്ടെ. സൗഹൃദമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ബന്ധുക്കളും വീട്ടുകാരും മാത്രമല്ല, കുറെ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. സൗഹൃദം കൊണ്ട് നടക്കുന്നത് ഒരു ആർട്ടാണ്. സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി വളരുകയും നമ്മൾ മുന്നേറുമ്പോൾ അവരെയും കൈപ്പിടിച്ച് കൂടെ കൂട്ടണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ കൂടെയുള്ളവരെ ഉപേക്ഷിച്ച് പോവാറുണ്ട് പലരും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എത്ര ഉന്നതിയിലെത്തിയാലും കൂടെയുള്ളവരെയും നല്ല നിലയിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പലയിടത്തും അത് വിജയിച്ചിട്ടുമുണ്ട്. അതേസമയം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സിനിമ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മേനക പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. സുരേഷുമായി പ്രണയത്തിലായ മേനക നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരാകാൻ തീരുമാനിച്ചത്. തങ്ങളുടെ വിവാഹത്തിന് നിരവധി പേർ എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ പ്രധാനി മമ്മൂട്ടിയായിരുന്നു എന്നാണ് മേനക പറഞ്ഞിരുന്നത്. സുരേഷിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ 2ാമത്തെ ദിവസം നിങ്ങൾ വഴക്കിട്ട് പിരിയും. നിന്നെയും നിന്റെ കുടുംബത്തെയും പോലെ അവനെയും അവന്റെ കുടുംബത്തിനെയും എനിക്കറിയാം. പക്ഷേ ഈ ബന്ധം അത് ശരിയാവില്ല. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയുമെന്നും കൂടാതെ ഞാൻ ഈ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും മമ്മൂക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ട ശേഷം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നോക്കിക്കോ, ഞങ്ങൾ നന്നായി ജീവിച്ച് കാണിച്ചു തരാമെന്നായിരുന്നു മമ്മൂട്ടിയോട് വെല്ലുവിളിച്ച് പറഞ്ഞിരുന്നു എന്നും അതുപോലെ തന്നെ ഈശ്വര അനുഗ്രഹത്താൽ ഞങ്ങൾ ഇപ്പോഴും വളരെ വിജയകരമായി ജീവിച്ച് കാണിച്ചു കൊടുത്തിരുന്നും മേനക പറയുന്നു. പ്രണയകാലത്ത് മേനകയും സുരേഷ് കുമാറും നേരം വെളുക്കുന്നത് വരെ ഫോൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് മനസ്സിൽ വരുമെന്നും അടുത്തിടെ ആലപ്പി അഷ്റഫും പറഞ്ഞിരുന്നു. സുരേഷ് എപ്പോഴും സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കും. അങ്ങനെ സുരേഷ് മേനക കല്യാണം വരുന്നു. കല്യാണത്തിന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് മേനക പൊന്നിൽ കുളിച്ച് നിൽക്കുന്നതാണ്. താലി കെട്ടാൻ സ്ഥലമില്ല. അത്രയും സ്വർണ്ണമണിഞ്ഞാണ് മേനക നിൽക്കുന്നത്. സുരേഷ് വെള്ളം ഉടുപ്പിട്ട് നിൽക്കുന്നു. ഞാൻ സുരേഷിന്റെ അടുത്ത് ചെന്ന് തന്റെ വീടിനടുത്ത് ബോർഡ് വെച്ച് സ്വർണം പണയത്തിന് എടുക്കപ്പെടും എന്ന ബോർഡ് വെച്ച് കട തുടങ്ങിയാലോ എന്ന് ചെവിയിൽ പറഞ്ഞു. പുള്ളി പോടാ എന്ന് പറഞ്ഞ് ചിരിച്ചുവിട്ടു. 2-3 മാസം കഴിഞ്ഞ് സുരേഷ് കുമാർ എന്നെ കണ്ടപ്പോൾ തന്റെ നാക്ക് കരുനാക്കാണെന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ഞാൻ. താനെന്ന് സ്വർണം പണയം വെക്കുമെന്ന് പറഞ്ഞില്ലേ? എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. മിക്കവാറും എല്ലാം പണയത്തിലായി. പണം തീർക്കേണ്ടേ എന്ന് സുരേഷ് കുമാർ പറഞ്ഞെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു. അതേസമയം മേനകയെ പോലെ തന്നെ മകൾ കീർത്തിക്കും ഇന്ന് ആരാധകർ ഏറെയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായി ഇടം നേടാൻ താരത്തിനായി. ഇപ്പോൾ മകൾ കീർത്തി സുരേഷ് നായികയായി മാറിയതോടെ മേനക അറിയപ്പെടുന്നത് തന്റെ മകളുടെ പേരിലാണ്. ഇപ്പോൾ ഇതേ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി അഭിനയ ലോകത്തേക്ക് സജീവമായതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടി. ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് കുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾ മേനക പങ്കുവച്ചത്. കീർത്തി അഭിനയിച്ചു തുടങ്ങിയതിന് പിന്നാലെ മേനകയുടെ അമ്മ കൂടി അഭിനയത്തിലേക്ക് എത്തുകയായിരുന്നു. കൊച്ചുമകളുടെ കൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയ അമ്മയ്ക്ക് വേണ്ടി പുതിയൊരു കഥാപാത്രം ഉണ്ടാക്കി സിനിമയിൽ അഭിനയിച്ചതോടെയാണ് അമ്മ അഭിനേത്രിയായി മാറുന്നതെന്നാണ് മേനക പറയുന്നത്. നേരത്തെ കോവിഡ് കാരണം പല അവസരങ്ങളും വേണ്ടെന്ന് വെക്കുന്നുണ്ടെന്നും അഭിമുഖത്തിൽ നടി വ്യക്തമാക്കിയിരുന്നു. ഈ ജീവിതം ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയതാണ്. കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത്. കീർത്തിയൊക്കെ ജനിച്ച സമയത്ത് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ പെയിന്റിങ്ങിനൊക്കെ താൻ സമയം കണ്ടെത്തുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വന്നതായി മേനക സുരേഷ് പറയുന്നു. എന്റെ അമ്മ ന്യൂ ജനറേഷൻ ലേഡിയാണെന്നാണ് മേനക പറയുന്നത്. തന്റെ കൂടെ കൂട്ടിന് വന്നപ്പോൾ പോലും അമ്മ അഭിനയിച്ചിട്ടില്ല. പക്ഷെ കീർത്തിയുടെ കൂടെ പോയപ്പോൾ അമ്മ അഭിനയിച്ചു. റമോ എന്ന സിനിമയിൽ അമ്മ കീർത്തിയുടെ കൂടെ പോയി. ഇത് കണ്ട സംവിധായകൻ കീർത്തിയുടെ അമ്മവുമയായി ഒരു കഥാപാത്രം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ച് അമ്മയ്ക്കൊരു വേഷം ഉണ്ടാക്കി കൊടുത്തു. ഒരു ഡയലോഗ് തന്നെ പല വിധത്തിൽ പറയുന്നത് മാത്രമേ അതിലുള്ളൂ. ചുമ്മാ ഇരുന്ന അമ്മയ്ക്ക് അതിലൊരു കഥാപാത്രം കിട്ടി. ഒടുവിൽ സിനിമ റിലീസ് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കാണാൻ വന്നവരെല്ലാം അമ്മയുടെ ചുറ്റും ആളായിരുന്നു. റമോ പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും അമ്മയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ വന്നു. ആ സിനിമയ്ക്ക് ശേഷം എനിക്കൊരു വേഷം ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. സുരേഷ്
ചാരുഹാസനോട് പോലും ചോദിച്ചു. ചാരുഹാസന്റെ നായികയായി അമ്മ അഭിനയിച്ചു. അവർ തമ്മിൽ ഇഞ്ചിയിടിപ്പഴക എന്ന പാട്ടിൽ ഇരുവരും ഫസ്റ്റ് നൈറ്റ് സീനിലും അഭിനയിച്ചിട്ടുണ്ട്. അത് കാണാൻ കീർത്തി അവിടെ പോയിരുന്നു. ഇതോടെ എന്റെ ഫസ്റ്റ് നൈറ്റ് കാണാൻ എന്റെ കൊച്ചുമോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അത് പത്രത്തിലൊക്കെ വാർത്തയായി വരികയും ചെയ്തതായി മേനക പറയുന്നു. മകൾ കീർത്തി സിനിമയിലേക്ക് എത്തിയതിനു ശേഷം 2 ഉപദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, സമയം പാലിക്കുക. 2, ചെറിയ ആൾ മുതൽ വലിയ ആളുടെ അടുത്തും ഒരുപോലെ പെരുമാറുക എന്നുമാണ് മകളോട് പറഞ്ഞിട്ടുള്ളത്. അഭിനയം വന്നില്ലെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല. മേനകയുടെ മോൾക്ക് അഭിനയം വന്നില്ല, അത്രേ പറയുകയുള്ളൂ. അവൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ചീത്തപ്പേര് മാത്രം വാങ്ങരുത്. കാരണം അത് ഞാൻ സമ്പാദിച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മേനക വ്യക്തമാക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് മേനകയും സുരേഷും പ്രണയത്തിലായതിനെക്കുറിച്ച് സുരേഷ് കുമാർ തുറന്നു പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മേനകയെ ആദ്യം കണ്ടുമുട്ടിയത് ഒരു കൗതുകകരമായ കൂടിക്കാഴ്ചയായിരുന്നുവെന്നാണ് സുരേഷ് പറയുന്നത്. മേനക സിനിമയിൽ എത്തിയ സമയമായിരുന്നു അത്. കരയെ തൊടാത്ത അലൈകൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു മേനകയുടെ വീട്ടിലെത്തിയത്. താനും സംവിധായകൻ പ്രിയദർശനും കൂടിയായിരുന്നു അന്ന് മേനകയെ കാണാൻ എത്തിയത്. രണ്ടുപേർക്കും സിനിമ എടുക്കണമെന്ന് മോഹവുമായി നടക്കുന്ന കാലഘട്ടമായിരുന്നു. സിനിമയുടെ കഥ കേട്ടത് മേനകയുടെ അച്ഛനായിരുന്നു. 500 രൂപ അഡ്വാൻസും വാങ്ങിയിരുന്നു. പക്ഷെ കഥാപാത്രത്തിനോട് താല്പര്യം തോന്നാത്തതിനാൽ മേനക അത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പനി പിടിച്ച അകത്തെ മുറിയിൽ കിടക്കുകയായിരുന്നു മേനക. അതുകൊണ്ട് തന്നെ സുരേഷിനെ മേനക കണ്ടതുമില്ല. എന്നാൽ വെള്ളം കുടിക്കാനായി അടുത്ത മുറിയിലെത്തിയ മേനകയെ സുരേഷ് കണ്ടിരുന്നു. ആദ്യമായി എടുക്കാൻ തീരുമാനിച്ച പടത്തിന്റെ നായികയായാണ് നിന്നെ തേടിയെത്തിയത്. ആ പടം കര തൊട്ടില്ലെങ്കിലും അവസാനം നീ എന്റെ നായികയായി എന്ന് സുരേഷ് മേനകയോട് പറഞ്ഞിരുന്നു. ആ കണ്ടുമുട്ടലിന് ശേഷം എത്രയോ കഴിഞ്ഞ് പൂച്ചിക്കൊരു മൂക്കുത്തിയുടെ 2ാം ഷെഡ്യൂൾ നടക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും തുടർന്ന് വിവാഹിതരാകുന്നതും.